വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം ആദ്യ ദിവസം നമ്മുടെ ഹിജ്റ വർഷാരംഭമാണ്. ആദ്യ ദിവസം രാത്രിയിലോ പകലിലോ ഏതെങ്കിലും ഒരു സമയത്ത് 113 തവണ ബിസ്മി എഴുതുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ബിസ്മി ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു മുജറബാത്തിലും നിഹായത്തുൽ അമൽ എന്ന കിതാബിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ദിവസം. ആദ്യ ദിവസം രാത്രിയിലോ പകലിലോ 113 തവണ ബിസ്മി എഴുതുന്നത്. ബിസ്മിക്ക് ആദ്യമായി തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ബിസ്മിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാട് മഹത്വമുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഈ ഒരു ആയത്ത്. ബിസ്മി ഇറങ്ങിയ അല്ലെങ്കിൽ അവതരിച്ച സമയത്ത് പർവ്വതങ്ങൾ വിറച്ചുപോയി. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബിസ്മി ഉരുവിടുന്ന ആൾക്ക് പിന്നെ ഒരിക്കലും നരകം സ്പർശിക്കേണ്ടി വരില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യവും ഐശ്വര്യമില്ലാത്തതായി തീരുമെന്ന്. ബിസ്മി കൊണ്ട് എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങളെല്ലാം തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുക. രാവിലെ എണീറ്റ് നമ്മൾ ഒരു ചായ ആണ് തീ വെക്കുന്നതെങ്കിൽ അപ്പം തുടങ്ങണം നമ്മുടെ മനസ്സിലെ നിയ്യത്ത് ബിസ്മി കൊണ്ടായിരിക്കണം. എങ്കിൽ ആ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും നല്ലതായി തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിസ്മി നിത്യം ഓതുന്നവന് ദുഃഖം, വിഷമം മുതലായ ഒരു വിപത്തും അവന് അല്ലാഹു തആല ഒരു വിപത്തും തന്ന് അലട്ടുകയില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്നാമത്തെ ദിവസം മുഹറം ഒന്നാമത്തെ ദിവസം ബിസ്മി 113 തവണ എഴുതുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണെങ്കിൽ, ആ ഒരു ബിസ്മി ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ആഗ്രഹം നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ആദ്യമായി തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ബിസ്മി ചൊല്ലുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല നിയ്യത്ത് അതല്ലെങ്കിൽ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് 113 തവണ ഒന്നും ആരോടും സംസാരിക്കാതെ ആ ഒരു 113 തവണ എഴുതുന്നത് വരെ വളരെയധികം ഇഖ്ലാസോടുകൂടി ഖിബ്ലക്ക് മുന്നിട്ട് നിന്ന് എഴുതാൻ ശ്രമിക്കുക. അതിനുള്ള എങ്ങനെയാണ് എഴുതേണ്ട രീതി എന്നുള്ളത് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരുപാട് ദീർഘിച്ചു പോകും. ഇന്ന് നമ്മൾ നേട്ടങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അശുദ്ധിയുള്ളവർക്കും ഈ ഒരു ബിസ്മി എഴുതുന്നതിൽ പങ്കുചേരാം, ആർക്കും വിഷമിക്കേണ്ട. അഥവാ ഇനി മറന്നു പോയാൽ തന്നെ നമ്മൾ ഈ മുഹറം മാസത്തിൻ്റെ പവിത്രത മനസ്സിൽ വിചാരിച്ച് ആ ഒരു മാസം തീരുന്നതിന് മുമ്പ് എങ്കിലും എഴുതുക. അത് കിതാബിൽ ഉള്ളതല്ല എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറത്തിൻ്റെ ആദ്യ ദിവസം രാവിലോ പകലിലോ തന്നെയാണ്. അത് മറക്കാതെ ശ്രമിക്കുക, മറക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. ആ ഒരു കാര്യം നമ്മുടെ ആ ഒരു വർഷത്തേക്കുള്ള ഒരു നല്ല തുടക്കമാവട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ദിവസം എഴുതുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് ആ ഒരു വർഷം തന്നെ ഭാര്യ, മക്കൾ, സന്താനങ്ങൾ എല്ലാത്തിൽ നിന്നും എല്ലാവരുടെയും വിപത്തുകളെ തൊട്ടും അല്ലാഹു തആല കാക്കുന്നതാണ്. അതുപോലെ അവരിൽ നിന്നുമെല്ലാം ഒരു വെറുപ്പിക്കുന്ന ഒരു കാര്യവും തന്നെ ഉണ്ടാവുകയില്ലെന്നും ഈ ഒരു ബിസ്മി എഴുതുന്ന അതുപോലെ തന്നെ ആ 113 തവണ ഉരുവിടുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് എഴുതാൻ സമയം കിട്ടാത്ത വരികയോ അങ്ങനെയുള്ള ആളുകൾ ഈ 113 തവണ ബിസ്മി ഉരുവിടുകയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എഴുതുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ആ ഒരു വർഷം വരാനിരിക്കുന്നുണ്ട്. എല്ലാ ആളുകളും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഇത് ഉരുവിടാനും ശ്രമിക്കുക. മറന്നു പോയവരാണെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നെ എന്നെങ്കിലും മുഹറത്തിൽ എന്നാണ് ഓർമ്മ വരുന്നത് അന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.